നടൻ മാമുക്കോയ്ക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റായ നടി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് മകൻ നിസാർ മാമുക്കോയ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഈ നടിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും നിയമ പോരാട്ടം നടത്തും. ജൂനിയർ ആർട്ടിസ്റ്റിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. പിതാവ് മരിച്ച ശേഷം ആരോപണം ഉന്നയിച്ചത് കുടുംബത്തെ ഏറെ വേദനിപ്പിച്ചെന്നും നിസാർ മാമുക്കോയ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മലയാളിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ നടനാണ് മാമുക്കോയ. അദ്ദേഹം മൺമറഞ്ഞതിനു ശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വന്നു. മാമുക്കോയുടെ കുടുംബത്തിനാകെ ആ ജൂനിയർ ആർട്ടിസ്റ്റ് അപമാനമുണ്ടാക്കി എന്നാരോപിച്ച് ഇപ്പോൾ കുടുംബം അവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയെക്കുറിച്ച് വ്യക്തമാക്കാൻ ഇപ്പോൾ മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. യഥാർത്ഥത്തിൽ പിതാവിനെതിരെ അദ്ദേഹം മൺമറഞ്ഞുപോയി. മലയാളിയെ ഒരുപാട് ചിരിപ്പിച്ച ചിന്തിപ്പിച്ച മലയാളിക്കേറെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു അദ്ദേഹം. ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ ഒരുപാട് വേദനയുണ്ടായോ? നല്ല വേദന ഉണ്ടായി. വീട്ടിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. മക്കളൊക്കെ പേരക്കുട്ടികളായി. പെങ്ങളെ മക്കളൊക്കെ വലിയ പെൺകുട്ടികളാണ്, പ്രായപൂർത്തിയായ മക്കൾ, എൻ്റെ മക്കളൊക്കെ. അവർ സുഹൃത്തുക്കളും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് എല്ലാവരും എല്ലാം കാണുന്നതുകൊണ്ടുള്ള ഒരു മാനസിക വിഷമം നല്ലോണം ഉണ്ടായിരിക്കും. പിന്നെ സിനിമാ ലോകം അങ്ങനെ ഒരു ലോകം തന്നെ, അതൊരു മായാലോകം തന്നെ, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് പടക്ക കമ്പനിക്ക് തീ പിടിച്ചാ ഫുൾ ഒച്ചയും വിളിയും ജഗവക, മറ്റേ തീവണ്ടിക്ക് ആളുണ്ടാവും. ഇപ്പം ഇന്നോവക്ക് ഒരാളെ കിട്ടില്ല ജയിലിൽ കൊണ്ടുപോകാൻ, അതിലേക്ക് അത് തിരിച്ചു പോണത്. അങ്ങനെ ഇപ്പോൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടായി. അതൊരു 10 വർഷം മുന്നേ എനിക്ക് ഈ സിനിമ ഉണ്ടായ സമയമൊന്നും അറിയില്ല കറക്റ്റ്. ഞാൻ സുധീഷിനോട് ചോദിച്ചാൽ ഞാൻ എത്രയാണ്, സുധീഷ് പറഞ്ഞ 10 വർഷമൊക്കെ ആയി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് 10 വർഷമായി. ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായി. അപ്പോൾ ഇതുവരെ പറയാതെ ഇപ്പോൾ പുതിയൊരു സാധനം വന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ 27-ന് കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി നൽകി. ഇപ്പം എൻ്റെ വലിയ അപവാദം പറയണത് നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ മാനനഷ്ട കേസിന് പോവും, കോടതിയിൽ കേസിൻ്റെ പിന്നാലെ പോവും. ഞാനൊരു വീഡിയോ, എൻ്റെ സ്വന്തം ഒരു ഫേസ്ബുക്ക് പേജിലൊരു വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞതാണ് ഈ കേസ്. ഞാനിതൊരു സത്യം തെളിയണവരെ, അത് നീതി ഓർക്കോ ഒപ്പൊക്കോ എന്നുള്ളതല്ല. നീതി സത്യമാണല്ലോ. നീതി സത്യം ആർക്കാണോ തെളിയേണ്ടത്, അത് ഇനിയിപ്പോൾ ആരൊക്കെ പേരിൽ അപരാധങ്ങൾ പറഞ്ഞേക്കണോ, ആരൊക്കെ കുറ്റാരോപിതരാണോ എന്നല്ല, അത് ശിക്ഷിക്കപ്പെടുന്ന വേണോ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണ്ടേ? കാരണം ഇത് നാളെ നമ്മളെ സമൂഹത്തിൽ നമ്മളെ ഈ മക്കളോ തലമുറയിലെ പെൺകുട്ടികളൊക്കെ സിനിമയിൽ അഭിനയിക്കുക, ഏതേ കലാരംഗത്ത് പോവുകയാണെങ്കിലൊക്കെ ഇത് സംഭവിക്കൂലേ? അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി പ്രകാരം വന്ന പ്രകാരം അത് നിൽക്കണം. ഏതാണിനും ഏത് പണിനും എവിടെ കിട്ടിയാലും മടിക്കുത്തയക്കുക എന്നുള്ള, മടക്കിന് പിടിക്കുക എന്നുള്ള പരിപാടി പാടില്ല. അങ്ങനെ സത്യം എന്താണെന്ന് തെളിയണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീ പറഞ്ഞു ഞാൻ പറയണത് തന്നെ ആ സത്യം, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു തെളിവൊന്നുമില്ല. കണ്ടുപിടിക്കാനാണ്, അത് ഏതറ്റം വരും പോകും. തെളിവ് എവിടെ വെച്ച് എങ്ങനെ എന്ത് ചെയ്തെന്ന് കണ്ടവരും കേട്ടവരും സമയവും അതിൻ്റെ മൊബൈൽ റേഞ്ചും ഒരുപാട് കടമ്പകളുണ്ട്. അത് പോലീസ് എടുക്കും അതിൻ്റെ പണി നിയമപരമായിട്ട്. അപ്പോൾ അത് തെളിഞ്ഞ് അതിൻ്റെ അറ്റെത്തണ വരെ അത് സുപ്രീം കോടതി വരെ പോകും. സത്യം അവരുടെ ഭാഗത്താണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു മാന്യം, എനിക്ക് മാപ്പ് പറയാനേ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയും. അല്ലാത്ത പക്ഷം അവർ അതിൻ്റെ നിയമ നടപടിക്ക് എന്താണ് ഒരു വിധേയമാവേണ്ടി വരും. 52 കൊല്ലത്തിൻ്റെ പുറത്തായി ഉപ്പ ഉമ്മയും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം. ഒരു പരാതി നമ്മൾ കേട്ടിട്ടില്ല. ഹേമ കമ്മിറ്റി അതിലൊരു കാര്യം എല്ലാവരും പൊതുജനം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ പറയണുണ്ടല്ലോ, ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടാൻ പാടില്ല, പേരുകൾ പുറത്തു വിടാൻ കമ്മിറ്റി ഇതിൽ പറയാൻ പാടില്ല എന്ന്. അപ്പോൾ പിന്നെ എന്തിനാ ഇത് അന്വേഷിച്ച്? അപ്പോൾ അത് പാടില്ല എന്ന്, പൈസയും വാങ്ങി ചെലവും ചെയ്യിച്ചിട്ട് പാടില്ല എന്ന് അവർ പറയാൻ പാടില്ല. അത് തെറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടപടി ഉണ്ടാവില്ല നിർബന്ധം. സിനിമയിൽ മാത്രം ഇതുള്ള ആളുകളുള്ളൂ, എല്ലാവരും ഉണ്ട് ഇത്. അപ്പോൾ ഒരു പെണ്ണ് അങ്ങോട്ട് പറയുമ്പോൾ എല്ലാം അങ്ങോട്ട് വിശ്വസിക്കുക, ബാക്കിയുള്ളവരും അതൊരു മോശം പരിപാടി തന്നെ. എന്തായാലും ഈ സ്ത്രീക്കെതിരെ നിയമ നടപടിയും മുന്നോട്ട്. ഞാനും എൻ്റെ കുടുംബവും ഈ സ്ത്രീൻ്റെ അവർക്ക് നീതി കിട്ടണവരെ, ഒരു പോണവരെ ഞാൻ പോയി. എനിക്ക് അവസാനം നീതി കിട്ടിയാൽ മതി. എന്നെല്ലാം ഒരു തെളിയിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ മാത്രം നീതി കിട്ടിയാൽ മതി. നീതി ഇല്ലെങ്കിൽ കിട്ടണ്ട. എന്തായാലും പിതാവിൻ്റെ നിരപരാധിത്വം തെളിയുന്നത് വരെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോകുമെന്ന് തന്നെയാണ് മാമുക്കോയുടെ മകൻ നിസാർ വ്യക്തമാക്കുന്നത്. പിതാവിനെതിരെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഉന്നയിച്ച ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ മാനനഷ്ടത്തിന് ഉൾപ്പെടെ കേസ് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും നിസാർ വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.